ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഇന്ത്യയുടെ ശക്തമായ നടപടിയാണ് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുകയും തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വീണ്ടും പാകിസ്ഥാൻ സർക്കാർ നിലവിളിച്ചുകൊണ്ട് ഇന്ത്യക്ക് സമീപം വരികയാണ്. വെള്ളം നൽകൂ, ഞങ്ങളുടെ കൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്, നിങ്ങൾ സഹായിക്കൂ. അതെ അതെ ശ്രീജിത്ത്, ഇതിൻ്റെ ആദ്യ നടപടി നരേന്ദ്രമോദി എടുത്തത് സിന്ധു നദീജല കരാർ ലംഘിക്കും എന്നുള്ളതാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയായിരുന്നു ആദ്യം എടുത്ത നടപടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് മതിയോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിലേറ്റവും ശക്തമായ നടപടി അത്. പാകിസ്ഥാൻ്റെ നട്ടലൊടിച്ചത് നമ്മുടെ ബ്രഹ്മോസ് മിസൈലാണെങ്കിലും പാകിസ്ഥാൻ്റെ തല ശിരസ്സുണ്ടല്ലോ കുനിപ്പിക്കുന്നത് നമ്മുടെ സിന്ധു നദീജല നയതന്ത്രമാണ്. നമുക്കറിയാവുന്നതുപോലെ നെഹ്റുവിൻ്റെ കാലത്ത് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥത്തിൽ നടന്ന ഒരു കരാറാണ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകബാങ്ക് ഇപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഭീകര താവളങ്ങളെ പുനർനിർമ്മിക്കാൻ സഹായം കൊടുക്കുന്നുണ്ടല്ലോ. ഏതാണ്ട് 6000 കോടി രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ കരാറൊന്നും നമ്മൾ പാലിക്കേണ്ട. അവരുടെ അധ്യക്ഷനായുള്ള കരാറിന് വാലിഡിറ്റി ഇല്ല. കാരണം ഭീകരവാദത്തെ നമ്മളിങ്ങനെ ഒരു വശത്ത് കൂടി ചെറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വേൾഡ് ബാങ്കും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും അതിന് പാകിസ്ഥാന് പണം കൊടുത്തുകൊണ്ടിരിക്കുക. പാകിസ്ഥാൻ മിലിറ്ററി അതിന് ഭൗതികമായ സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വഴി നോക്കിയേ പറ്റൂ. ഇപ്പോൾ സിന്ധു നദീജല കരാർ ഞങ്ങൾക്ക് പാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആ 4 കത്തുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തേടിയത്. ആദ്യം ഈ നയതന്ത്രം പ്രഖ്യാപിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു യുദ്ധത്തിനുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഈ കരാർ ലംഘിച്ചാൽ നിങ്ങളോട് ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവർ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണ്, ഞങ്ങൾ ആണവശക്തിയാണ്, ഇന്ത്യയെ മുഴുവൻ നശിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ ഇന്ത്യ മുഴുവൻ ചാരമാകും എന്നൊക്കെ അവർ പറഞ്ഞത്, വീരവാദം പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ചല്ലോ. ഇപ്പോൾ അവർ ചുരുങ്ങി ചുരുളുന്ന പോലെ ചുരുണ്ടില്ലേ. ഞങ്ങൾക്ക് വെള്ളം വേണം, വെള്ളമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. ഇതെന്താ നേരത്തെ വിചാരിക്കാൻ? 1967 മുതൽ അവർ വിചാരിച്ചിരുന്ന ഈ കരാർ ഒരിക്കലും ഭീരുക്കളായ ഇന്ത്യക്കാർ പിന്മാറുകയില്ല, ഞങ്ങളെ പേടിച്ച്. അല്ല, നരേന്ദ്രമോദി കുറച്ച് വർഷങ്ങളായി തന്നെ ഇത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നുണ്ടോ, നിങ്ങൾക്ക് വെള്ളം വേണോ? അത് പലതവണയായി നരേന്ദ്രമോദി ചോദിക്കുകയായിരുന്നു. ഏറ്റവും അവസാനത്തിൽ അവർ പറഞ്ഞു, പെഹൽഗാമിലൂടെ പറയുകയാണ് ഞങ്ങൾക്ക് ഭീകരവാദം മതി. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെള്ളം വേണ്ട, അല്ലേ? അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? അതെ, പഹൽഗാം ഒരു പി ആണ്. അതിനു മുമ്പുള്ള ഒരു പി ആണ് പുൽവാമ സംഭവത്തിൻ്റെ സമയത്ത് നരേന്ദ്രമോദി ഇത് പറഞ്ഞിരുന്നു. ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ. അതാണ് പറഞ്ഞത്. രക്തവും അതുപോലെ ഭീകരവാദവും, രക്തവും വെള്ളവും ഒരുമിച്ച് പോവുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് സൗഹൃദമോ സാഹോദര്യമോ സ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഭീകരവാദം നടത്തുന്ന രാജ്യങ്ങൾക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുകയില്ല എന്നുള്ളതാണെന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നിലവിൽ ഇത്രയും നാണം കെട്ട രാജ്യം ലോകത്ത് തന്നെ ഇല്ലല്ലേ? ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ പറയുന്നത് ഞങ്ങളെ കയ്യിൽ ആണവായുധമുണ്ട്, വലിയ വെടിക്കോപ്പുകളുണ്ട്. ഇപ്പോൾ ഒന്നും കാണാനില്ല, കണ്ണീർ മാത്രമാണ് ഉള്ളത്. അത് നമ്മുടെ ശ്രീനിവാസൻ ഒരു സിനിമയിൽ ഗുണ്ടയായിട്ട് വരുമല്ലോ, കത്തിയും പിടിച്ച് മീശയും ചുരുട്ടിക്കൊണ്ടൊരു പേരും, പുത്തലത്ത് ദിനേശൻ അങ്ങനെ കണ്ടൊരു പേരും പറഞ്ഞിട്ട് വിരട്ടിക്കൊണ്ട് വരുമല്ലോ. മമ്മൂറ്റി ഒരൊറ്റ കയ്യാലെ ഒരു അടി കൊടുത്ത് അങ്ങ് തറയിലിട്ടു. അതുപോലൊരു സംഭവം സിനിമയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. ആ റൗഡിയുടെ പേരെനിക്ക് ഓർമ്മയൊന്നുമില്ല. അത് ഇങ്ങനെ ഭീകരവാദിയായിട്ട് നടന്നു. അതുപോലാണ് ഇപ്പോൾ ഒരു അടി കൊടുത്തിരിക്കുന്നത്. കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കത്തി കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ സമാധാനമായിട്ട് ഞങ്ങൾക്ക് വെള്ളം തരണം ഇങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് പിന്നെ ഉളുപ്പില്ല. ലോകബാങ്കിൻ്റെ മുമ്പിൽ ഇപ്പോൾ തരാൻ സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ, അതുപോലെ തന്നെ ADBയുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മുമ്പിൽ എല്ലാം കൈനീട്ടി നിൽക്കുകയാണ് അവർ. ആ കൈനീട്ടി നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന്. അങ്ങനെ അതിൻ്റെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു രീതി തന്നെ അങ്ങനെ ഉണ്ടല്ലേ? ആദ്യം അനാവശ്യമായി പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം ഇരവാദം ഉന്നയിക്കുക. ഇനി ചിലപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെല്ലാം പോകും, ഞങ്ങളുടെ പട്ടിണിയും പരിപട്ടും കാർഷിക മേഖല തകർന്നു, അതുകൊണ്ട് ഇന്ത്യയോട് പറഞ്ഞിതൊന്ന് ശരിയാക്കണമെന്ന് ചിലപ്പോൾ അഭ്യർത്ഥനയുമായി ഇത്തരം വിദേശ രാജ്യങ്ങളിൽ എത്താനുള്ള സാധ്യതയുമുണ്ടല്ലോ. അതെ, വിദേശ രാജ്യങ്ങളിലെത്താം. ചിലപ്പോൾ കോടതിയിൽ പോകാം, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോകാം.
കാരണം ജലകരാറിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള ട്രിബ്യൂണലുകളുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര അവിടെ പോകാൻ സാധ്യതയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു കുന്തവുമില്ല സംഭവിക്കാൻ. കരാറിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൗഹാർദ്ദം നിലനിർത്തണമെന്നുള്ള ഒരു കണ്ടീഷൻ. അത് തെറ്റിച്ചു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, കൂടി ഒരു കാര്യവുമില്ല അതിൽ. സമർത്ഥനായിട്ടുള്ള ഒരു അഭിഭാഷകൻ പോയിട്ട് അത് ലംഘിച്ചു, അവരത് ലംഘിച്ചു, സിംല കരാർ അവർ ലംഘിച്ചു. നമുക്കപ്പോൾ ഇത് ലംഘിക്കാൻ, നമ്മൾ ലംഘിക്കുന്നത് പ്രയോഗത്തിൽ വരുന്നില്ല, വാക്കാലേ പറഞ്ഞിട്ടുള്ളൂ. അത് പ്രയോഗത്തിൽ വരുത്താനുള്ള സാർവത്രികമായിട്ടുള്ള നിയമാനുസരമായിട്ടുള്ള സകല അവകാശങ്ങളും നമുക്കുണ്ട്. അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. അത് ലോക കോടതി കൂടെ അത് അറിയണം. നമ്മൾ ലോകരാജ്യങ്ങളെയെല്ലാം അറിയിച്ചതുപോലെ എന്തുകൊണ്ട് നമ്മളിത് റദ്ദാക്കി എന്നുള്ളത് കോടതിയെയും ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. നമുക്കാര്യത്തിൽ യാതൊരു പരാജയ ഭീതിയില്ല. അതുകൊണ്ടാണ് ഇവർ കത്തുകളുമായിട്ട് വരുന്നത്. 4 or 5 കത്താണ്, ഒരു കത്തല്ല, നാണക്കെട്ട് 4 കത്തുകൾ. സാധാരണ അങ്ങനെ അയക്കാറില്ലാത്തതാണ്, അങ്ങനെ അയച്ചിരിക്കുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർ പത്തി മടക്കി കാണിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പത്തി ചിലപ്പോൾ പൂക്കും. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത നിമിഷത്തിൽ അവരൊരു ഭീകരാക്രമണത്തിന് കോപ്പ് കൂട്ടും. അതുകൊണ്ടാണ് കഴുത്ത് നമ്മൾ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുക. അഥവാ വേറൊരു ഉപമ പറഞ്ഞാൽ തോക്ക് കഴുത്തിന് പിന്നിൽ ചേർത്ത് വെച്ചിരിക്കുക. ഇനി ഏത് കളി കളിച്ചാലും ശരിയുണ്ടല്ലോ, അപ്പം വെടി പൊട്ടിയിരിക്കും, ഒരു സംശയമില്ല. സൈന്യം സുസജ്ജമാണ്. എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്, എപ്പോഴാണ് പ്രവർത്തിക്കേണ്ടത്, അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കും. കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലെ പോലെ ഓപ്പറേഷൻ സിന്ദൂർ തീർന്നിട്ട് ട്രിഗർ ഈസ് ഓൺ അവർ ഹാൻഡ്സ്. നമ്മുടെ ഈ വലിയ വിരലുണ്ടല്ലോ, തമ്പ്, അതിലാണിപ്പോൾ ട്രിഗർ അമർത്തി വെച്ചിരിക്കുക. പെരുവിരലിൽ തമ്പ് അമർത്തി നിൽക്കുകയാണ് നമ്മൾ. ഓപ്പറേഷൻ സിന്ദൂർ അതാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു സീസ് ഫയർ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു നിർത്തൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏത് നിമിഷവും വെടിപൊട്ടിക്കത്തക്ക രീതിയിലാണ് നിൽക്കുന്നത്. പാകിസ്ഥാൻ ഇതറിയാം. എന്ന് മാത്രമല്ല, വീമ്പിളക്കിയിരുന്ന അവരുടെ ആണവ ബോംബുകൾ അത് ഏതാണ്ട് നിർവീര്യമായി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ നിർവീര്യമാണ്. ആ കള്ളിയും നമ്മളിപ്പോൾ പൊളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഭീഷണി ഇപ്പോൾ ഉന്നയിക്കുന്നേ ഇല്ലല്ലോ. എവിടെ പോയി അവരുടെ ആ ഭീഷണി? അപ്പോൾ അത് ബിലാവൽ ഭൂട്ടോ പോയിട്ട് വാഷിങ്ടണിൽ പോയി ചമ്മി തിരിച്ചു വന്നു. ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം ചമ്മി തിരിച്ചു വന്നു. ആ ഐക്യരാഷ്ട്രസഭ തന്നെ വീണ്ടും ഈ പാകിസ്ഥാനെ ആണവ വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സമിതിയുടെ, ഭീകരവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സമിതിയുടെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചിരിക്കുക. ലോകബാങ്ക്, ADBയും വേൾഡ് ബാങ്ക് ഇവർക്ക് വായ്പയും കൊടുത്തു. അപ്പോൾ ഭീകരവാദത്തെ സഹായിക്കുന്ന ഒരു തലത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വാദഗതികൾ നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇനി കോടതി വിധിച്ചു കഴിഞ്ഞാലും ശരി, ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ഈ ലോക സംഘടന എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി രംഗത്ത് വരുമോ? പാവപ്പെട്ട പാകിസ്ഥാന് വെള്ളം ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞു അതുമായിട്ട് ഉടനെ തന്നെ രംഗത്ത് വരും. ഇന്ത്യ ഇപ്പം ഐക്യരാഷ്ട്രസഭയിലെ ഉപാധ്യക്ഷ സ്ഥാനം, ഭീകരതയ്ക്കെതിരെയുള്ള സംഘടനയുടെ ഉപാധ്യക്ഷ സ്ഥാനം പാകിസ്ഥാന് കിട്ടിയത് ഇന്ത്യയുടെ നയതന്ത്ര പരാജയമല്ലേ എന്ന് പറയുന്നുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു, എന്തുണ്ടെന്ന് നോക്കിയിരിക്കുകയാണ് അദ്ദേഹം. ഇന്ത്യയെ ഒന്ന് അപമാനിക്കാൻ എന്തുണ്ടെന്ന് നോക്കിയിരിക്കുക. അപ്പോൾ പാകിസ്ഥാനേക്കാളും ഒക്കെ മുമ്പേ തന്നെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിരിക്കും. ചൈനയെക്കാളും മുമ്പേ ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കും. അത് പറഞ്ഞും കഴിയും. അങ്ങനത്തെ ഒരാളാണ് അത്, നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിന്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, ജാത്യാ ഗുണം തൂത്താ പോവില്ല എന്ന് പറയുന്ന പോലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.